നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ബി.ജെ.പി കാത്തുസൂക്ഷിച്ച സസ്പെൻസ് തുടരുകയാണ്. എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു ഊഹം പോലും വരാതെയാണ് ഇതുവരെ കാത്തുസൂക്ഷിച്ചത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വേദിയിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും സൂചന മുൻപ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും പറയാനുള്ള യാതൊരു സാധ്യതയും ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് സസ്പെൻസ് തുടരും. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. നിർമ്മല സീതാരാമൻ മുതൽ ചലച്ചിത്ര താരം ശോഭന, ഗായിക കെ.എസ്. ചിത്ര എന്നീ പേരുകൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരൊന്നും ഇറങ്ങാനുള്ള സാധ്യതയില്ല. പല പേരുകൾ ചർച്ച ചെയ്തെങ്കിലും ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിലാണെന്നാണ് സൂചന. എന്നാൽ കേന്ദ്രമന്ത്രിയായ രാജീവിന് തലസ്ഥാന മണ്ഡലത്തിലെ പരിചയക്കുറവാണ് തടസ്സമായി പറയുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നടി ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും വ്യക്തമാക്കിയിട്ടാണ് നടനും ബി.ജെ.പി നേതാവുമായ സുരേഷ് ഗോപി രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നതായും സുരേഷ് ഗോപി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം. തിരുവനന്തപുരത്ത് നിന്ന് അവർ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചിരുന്നു എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പേരുകൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മലയാളികളുടെ കാർത്തുമ്പിയും ഗംഗയും നാഗവല്ലിയും വേഷമിട്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് ശോഭന. സിനിമയിൽ നിന്നും നീണ്ട ഇടവേളയുമായി മറഞ്ഞപ്പോഴും ശോഭന നൃത്തരംഗത്തെല്ലാം തന്നെ സജീവമായി തുടർന്നു. ഇന്ത്യയിലും വിദേശത്തുമായി നടി എന്നതിനേക്കാളും ഒരു നർത്തകിയായി ശോഭന തന്റെ പേര് വാനോളം ഉയർത്തി. അപ്പോഴും അവർ സിനിമയിൽ പഴയതുപോലെ തിരികെ വരണമെന്ന് ആരാധകർ ആഗ്രഹിച്ചു. കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ പ്രചരിക്കുന്ന വാർത്ത പ്രകാരം ശോഭന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. സ്റ്റാർ മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടെ പ്രധാന പാർട്ടികളെല്ലാം അവരുടെ സ്റ്റാർ മത്സരാർത്ഥികളെ ഗോതയിലിറക്കാൻ ശ്രമിക്കുന്ന കാഴ്ച എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി.ജെ.പി വനിതാ സമ്മേളനത്തിന് എത്തിയതോടെയാണ് നടി ശോഭന ബി.ജെ.പിയിലേക്കെന്ന് അഭ്യൂഹം ഉയർന്നത്. ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ജനുവരി 3 നടന്ന സമ്മേളനത്തിൽ അവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതിന്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശന വേളയിലാണ് ശോഭന വിശിഷ്ട അതിഥികൾക്കൊപ്പം വേദി അലങ്കരിച്ചത്. അന്നു മുതലേ താരം ബി.ജെ.പി അനുഭാവി എന്ന തരത്തിൽ വ്യാഖ്യാനമുണ്ടായി. എപ്പോഴും എന്ന പോലെ ശോഭന ഇക്കാര്യങ്ങളിൽ യാതൊരുവിധ വിശദീകരണവും നൽകിയതുമില്ല.